ഇന്ന് നല്ലൊരു സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ അതുപോലെ നല്ല ടേസ്റ്റിയോട് കൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മായമൊന്നും ചേർക്കാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പിയാണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കുറച്ച് ഏറെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 25-30 മുളക് എടുത്തിട്ടുണ്ട്. മീഡിയം എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്കിവിടെ ആ ഒരു സാധനം കിട്ടത്തേയില്ല. കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി കിട്ടും, മുളക് കിട്ടത്തില്ല. അതുകൊണ്ട് മുളക് ചേർത്തിട്ടില്ല. ഞാൻ ലാസ്റ്റിൽ മുളക് പൊടി ചേർക്കും. അപ്പം മുളകൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 25-30 മുളക് ഞാൻ എടുത്തു. ഇത് പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂൺ കാണിക്കാമേ. ഇതൊന്ന് ഇതുപോലെ നീ ഫ്രൈ ചെയ്തെടുക്കണം. അധികം കരിഞ്ഞു പോകണം. നമ്മൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കുമ്പം ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. കളറ് ചേഞ്ച് ആയിപ്പോവും. അതുപോലെ സ്മെല്ല്, നമ്മുടെ മണം, നല്ല മണം വരണമെങ്കിൽ കരിയാതെ തന്നെ എടുക്കണം. ഇതൊന്ന് ഇതുപോലെ മല്ലി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ അളവ് പറയുന്നുണ്ട് ഇതിനകത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് 1 ഈ സ്പൂണിലാണ് എടുക്കുന്നത്. ഇത് ഈ സ്പൂണിൽ തന്നെയാണ് ഞാൻ മല്ലി എടുത്തത്. അത് 2 എടുത്തു. പക്ഷേ ഈ പരിപ്പുകളെല്ലാം ഇതിൽ ഓരോ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം വേറെ വേറെ നമ്മൾ ഫ്രൈ ചെയ്തിടണം. കാരണം പരിപ്പുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, അതൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടാൽ ചിലത് മൂത്ത് പോവും, പിന്നെ ചിലത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ വേറെ വേറെയാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയും ഉഴുന്ന് പരിപ്പും 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സാമ്പാർ പൗഡർ തയ്യാറാക്കുന്നതിന് ഒരു ദിവസം മുമ്പേ എല്ലാം കഴുകി ഉണക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നീടത് സാമ്പാർ പൗഡർ തയ്യാറാക്കുക. അപ്പം ഉഴുന്ന് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. കുത്തരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരി കൂടി ഒന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ അല്ലേ ഇതെല്ലാം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൊടി തയ്യാറാക്കാൻ പറ്റും. മായം ചേർക്കാതെ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അറിയാൻ വയ്യാത്തവർക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഓരോരുത്തരുടെയും മെത്തേഡ് വേറെ വേറെ ആണെന്നുള്ളതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ തന്നെ സെയിം, പിന്നെ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അരി ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസൂർ ദാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മസൂർ പരിപ്പ്, ചുമന്ന പരിപ്പ്. അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തുവർപ്പരിപ്പ് നമ്മൾ സാമ്പാറിന് ചേർക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ തുവർപ്പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലത്. ഇനി ഉലുവയും ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവയും ഒന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഉലുവയും നമ്മുടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ തന്നെ എടുക്കുക. അപ്പം അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഉലുവയും വറുത്തെടുത്തു. ഇനി ലാസ്റ്റിലേതാണ് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കഴുകി ഉണക്കി വെച്ച കറിവേപ്പില അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ലാസ്റ്റാണ്. കായം എൻ്റെ കയ്യിൽ പൊടിയാണ്.
ഞങ്ങൾക്കിവിടെ കട്ട കായം കിട്ടത്തില്ല, അതുകൊണ്ട് കായപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ചൂടോട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ, അതുപോലെ തന്നെ കായപ്പൊടി കൂടി ചേർക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞങ്ങൾക്കിവിടെ കട്ട കായം കിട്ടാത്തത് കൊണ്ടാണ് കായപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് കട്ട കായം ഉണ്ടെങ്കിൽ അത് വറുത്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ കായപ്പൊടി ചേർക്കുന്നതും കുഴപ്പമില്ല. എനിക്കത് ഉള്ളത് കൊണ്ട് ഞാനത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു, അതോടൊപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനിടയാകും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.